ഹലോ യൂട്യൂബ് ജനങ്ങളെ, ഈ ഒരു ചാനലിൽ പുതിയൊരു വീഡിയോ സീരീസ് തുടങ്ങുകയാണ്. സീരീസിൻ്റെ പേര് ബിഹൈൻഡ് ദ റീൽ. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു വീഡിയോയ്ക്ക് 500 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സീരീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടുകൾ ഉടനെ വരുന്നതായിരിക്കും. സോ ഇതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഈ ഒരു സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകളുടെ ബിഹൈൻഡ് ദ സീൻ വ്ലോഗ് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ടോപ്പിക്ക് ലോട്ടറി എടുക്കും. എന്നിട്ട് അതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ്, ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അവസാനം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരെയുള്ള പ്രോസസ്സാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു വീഡിയോ ടോപ്പിക്കാണ്. ഓൾറെഡി ഈ ചാനൽ വൈറലായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ ഓൾറെഡി ലോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്നായിരിക്കും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതായിരിക്കും. അതിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ലോട്ട് എടുക്കാം. ഒരു നമ്മുടെ കലക്കിട്ടെടുക്കാം. അത് കൈ കയറത്തില്ല. 4 ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഐശ്വര്യമായിട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. ഏതാണെന്ന് നോക്കാം. ഓക്കെ, അല്ലു അർജുൻ മൂവീസ്. പേഴ്സണൽ ഫേവറേറ്റ് ആക്ടറാണ് അല്ലു അർജുൻ. സോ മാത്രമല്ല, അല്ലു അർജുൻ്റെ ഹാപ്പി എന്ന് പറയുന്ന സിനിമ റിലീസായ സമയമാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ പ്രോസസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോയുടെ സ്പോൺസറെ പറ്റി 2 വാക്ക്. കൻഹ മേക്കപ്പ് ബൈ സ്വാതി. ബ്രൈഡൽ മേക്കപ്പ്, ഗസ്റ്റ് മേക്കപ്പ്, എയർ ബ്രഷ്, വെഡ്ഡിംഗ് മേക്കപ്പ്, സാരി ഡ്രേപ്പിംഗ് തുടങ്ങിയ എല്ലാ സർവീസുകളും ഓൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരുടെ വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ബ്രൈഡൽ മേക്കപ്പിന് 25% ഡിസ്കൗണ്ടും ഉണ്ട്. സോ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക്. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് എഴുത്താണ്. ഈ ചാനലിനകത്തൊരു ഈ ചാനലിനകത്ത് തന്നെ ഒരു പേരുണ്ടെങ്കിലും നമ്മളങ്ങനെ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ സ്വന്തമായിട്ടാണ് എഴുതാറുള്ളത്. സോ നമുക്ക് ആദ്യം അല്ലു അർജുൻ മൂവീസിനെ പറ്റി എങ്ങനെ ഈ ഒരു കണ്ടൻറ്റ് പ്ലാൻ ചെയ്യാമെന്ന് നോക്കിയിട്ട് നമുക്കത് എഴുത്തു തുടങ്ങാം. അല്ലു അർജുൻ്റെ ബർത്ത്ഡേയുടെ ടൈമിൽ ഞാൻ അല്ലു അർജുൻ സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചാലും പറഞ്ഞൊരു കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കുന്നത്. സോ അങ്ങനെ തന്നെ ആയിരിക്കും ഇതിനകത്തും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലു അർജുൻ്റെ സിനിമകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹാപ്പി എന്ന് പറയുന്ന സിനിമ റിലീസ് ആയതിനു ശേഷം അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലു അർജുൻ്റെ സിനിമകളിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ള സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ എന്നൊരു രീതിയിലായിരിക്കും നമ്മുടെ ഈ കണ്ടൻറ്റ് വരുന്നത്. സോ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എഴുതാൻ ഞാൻ തുടങ്ങുന്നത്. സോ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ക്യാരക്ടേഴ്സാണ്. ഏതൊക്കെ എന്താ പറയുക, നമുക്കൊരു ഏത് വീഡിയോ ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഏകദേശം ഒരു ഫിക്സ് വേണം. എസ്പെഷ്യലി ഷോർട്ട് ആയതുകൊണ്ട് നമുക്ക് 3 മിനിറ്റ് വരെ ഇടാം. എന്നാൽ പോലും ഒരു 1 മിനിറ്റ് താഴെയാണ് കുറച്ചുകൂടെ ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു എന്താ പറയുക, ഷോർട്സ് ഇടുകയാണെങ്കിൽ ഒരു 1 മിനിറ്റ് താഴെ ആയിരിക്കണം. അത് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ 3 മിനിറ്റിൻ്റെ അണ്ടറിലായാൽ മാത്രം മതി. സോ അതുകൊണ്ട് നമുക്കൊരു 1.5 മിനിറ്റ് മാക്സിമം വരുന്ന രീതിയിലുള്ള അത്രയും ക്യാരക്ടേഴ്സൊക്കെ മതി. ഒരുപാട് വലിച്ച് നീട്ടി അങ്ങനെയൊന്നുമില്ല, കുറച്ച് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അങ്ങനെ കണ്ടന്റ് അവസാനം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അറൗണ്ട് 1, 2, 3, 4, 5, 6 ക്യാരക്ടേഴ്സിനെയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ആര്യയുണ്ട്, ഹാപ്പിയുണ്ട്, ബദ്രിനാഥുണ്ട്, പുഷ്പയുണ്ട്. പുഷ്പ പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് അല്ല. പുഷ്പ ഞാൻ യൂഷ്വലി എല്ലാ കണ്ടന്റിലും ഒരു കോമഡി പീസാണ് ആക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ട്. ക്ലൈമാക്സിൽ ആരാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷൂട്ടിംഗ് പ്രോസസ്സുകളാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ദേവനും മിക്സ്ഡ് ആയിട്ടാണ് എടുക്കാറുള്ളത്. ഞാൻ എൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ എടുക്കും, അവൻ്റെ പോർഷൻസ് അവൻ എടുക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അവൻ കാണില്ല. കാര്യം
അവന് നൈറ്റ് ഷിഫ്റ്റാണ്. നൈറ്റ് ഷിഫ്റ്റ് അവൻ എപ്പോൾ വന്നാലും കണ്ടൻറ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. സോ ഈ വീഡിയോയിൽ മൊത്തം ക്യാരക്ടേഴ്സും ഞാനായിരിക്കും ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എവിടെ പ്ലാൻ ചെയ്യുന്നതാണ്. ദേവനുള്ള സമയത്ത് അവൻ ഹൈദരാബാദിൽ ഉള്ള ഏതെങ്കിലും പാർക്കിലൊക്കെ നിന്നിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. സോ അതുമായിട്ട് ജസ്റ്റ് മാച്ച് ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗ്രീൻ സ്ക്രീനിലാണ് മെജോറിറ്റി എൻ്റെ വീഡിയോസും വരാറുള്ളത്. എൻ്റെ പോർഷൻസ് വരാറുള്ളതെല്ലാം ഈ ഗ്രീൻ സ്ക്രീനിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുവരാൻ പറ്റും. സോ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ക്യാരക്ടറിന് ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ റൂമിൽ തന്നെയാണ്. പിന്നെ ഈ റൂമിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റൂമിൽ വേറെ ഒരു സാധനവും ഇല്ല. കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൂമാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഓരോ വോൾസ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഈ വീടിൻ്റെ ഈ ഓരോ വോൾ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലും ഈ ഒരു പോർഷൻസിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും 3-4 കോർണറുകൾ എടുക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ ഞാനെപ്പോൾ ചെയ്താലും വീഡിയോ ചെയ്യുന്ന സമയത്ത് 2 പ്രധാന പ്രശ്നങ്ങളാണ് ഉള്ളത്. അതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ ആദ്യം പറയാം. പ്രശ്നം എന്ന് വെച്ചാൽ ഞാനാണിപ്പോൾ കണ്ടൻറ് എഴുതുന്നതെങ്കിൽ, ഇപ്പോൾ ദേവൻ കണ്ടൻറ് എഴുതി തന്നാലും ഞാൻ കണ്ടൻറ് എഴുതിയാലും എൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡയലോഗ് ഞാൻ മറന്നു പോകും. എസ്പെഷ്യലി ക്യാമറയുടെ മുന്നിൽ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും എസ്പെഷ്യലി കണ്ടൻറ് എടുക്കുമ്പോൾ ഒരു കോൺഷ്യസ് ആകുന്ന പ്രശ്നമാണ്. ക്യാമറ കോൺഷ്യസ് എന്ന് നമുക്ക് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ലെഫ്റ്റ് റൈറ്റ് പോയിട്ടുണ്ടോ, ഞാൻ സെൻറ്ററിൽ തന്നെയാണോ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എൻ്റെ ലുക്ക് കറക്റ്റാണോ, ലെഫ്റ്റ് റൈറ്റ് നോക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരാൾ അങ്ങോട്ടാണ് നോക്കിയത്, ഒരാൾ ഇങ്ങോട്ടാണ് നോക്കിയത്, എങ്ങോട്ടാണ് നോക്കേണ്ടത് എന്നുള്ള അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ ഡയലോഗ് പറയുന്ന സമയത്ത് ഈ ഒരു സാധനം കറക്റ്റായിട്ടാണോ നോക്കുന്നത്, അത് വരാറുണ്ട്. മെജോറിറ്റി ഓഫ് എൻ്റെ കണ്ടൻറ്റിൽ വരാറുണ്ട്. അതാണ് എന്നെ അലട്ടുന്ന വലിയൊരു പ്രശ്നം. അത് കാണാതെ പഠിച്ച് പറഞ്ഞാൽ തന്നെ ആ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഡയലോഗിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് മിസ്സായി. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലതായിട്ടൊക്കെ പറഞ്ഞാൽ പോലും എല്ലാ സമയത്ത് ചിലപ്പോൾ മിസ്സാകാറുണ്ട്. സോ അതാണ് എൻ്റെ പ്രധാന രണ്ടാമത്തെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ കണ്ടൻറ്റ് നമ്മളെപ്പോൾ ചെയ്താലും ആളുകൾ പറയാനുണ്ട് ഏത് ക്യാരക്ടർ നമ്മൾ ചെയ്താലും അതുമായിട്ട് മാച്ച് ആകുന്ന കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട് ടോക്കുകളാണെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ടാണ് അതിൻ്റെ കളറുകളായിരിക്കും നമ്മൾ പിക്ക് ചെയ്യുന്നത്. ആ ഷർട്ടിൻ്റെ കളർ എപ്പോഴും അതായിരിക്കും. ഇപ്പോൾ എന്ത് ക്യാരക്ടർ ചെയ്താലും അതുമായിട്ട് മാച്ച് ചെയ്യുന്നത്. ആക്ച്വലി ബേസിക്കലി നമ്മൾ റിവേഴ്സാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഷർട്ടുകളുടെ കളർ ഏതാണെന്ന് നോക്കിയിട്ട് ആ ക്യാരക്ടേഴ്സ് എഴുതുക എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയ്ക്ക് അല്ലു അർജുൻ മൂവീസ് ആയതുകൊണ്ട് നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ സിനിമകളിലുള്ള മാച്ച് ചെയ്യുന്ന ഷർട്ടുകൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട. എന്നാലും കുറച്ച് ഷർട്ടുകൾ ഇതിനകത്തുനിന്ന് എടുക്കുക. എന്നിട്ട് എപ്പോഴും ഇതൊരു കൺഫ്യൂഷനാണ് നമ്മൾ കണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ട് അങ്ങനെ വരുവാണെങ്കിൽ ഈ മാംഗോക്ക് ഒരു കളർ മഞ്ഞയായിരിക്കും. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് വരുമ്പോഴത്തേക്ക് പച്ച കളർന്ന മഞ്ഞ, അങ്ങനത്തെ ആ കൈൻഡ് ഓഫ് ഒരു അങ്ങനെ നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. അത് മോസ്റ്റ് ഓഫ് ദി ടൈം അത് കറക്റ്റായിട്ട് വരാറുമുണ്ട്. അത് കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് പറയാറുമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാണ്. എപ്പോഴും ഈ ലിമിറ്റഡ് കളറിൽ തന്നെ വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം ചെയ്യാന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ട ഷർട്ടുകൾ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. ഹാരിക്ക് വേണ്ടിയിട്ട് ഇതെടുക്കാം, ഹാപ്പിക്ക് വേണ്ടി ഇതെടുക്കാം, റേസ് ഗുരം ഇതെടുക്കാം. പുഷ്പ പിന്നെ എപ്പോഴും പുഷ്പ ചെയ്യുന്ന സമയത്ത് ഈ ഷർട്ട് പെർമനൻ്റ്ലി പുഷ്പയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത്. അപ്പോൾ ഷർട്ടൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുക്കാനുള്ളതാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് പരിപാടികളൊന്നുമില്ല. ഒരു റിംഗ് ലൈറ്റ്, പിന്നെ നമ്മുടെ മൈക്ക്. ഓൾറെഡി ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് മൈക്ക് മാറുമല്ലോ. സോ അത് രണ്ടേ ഉള്ളൂ. പിന്നെ ഈ റൂമിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് വേറെ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ 4 കോർണറുകൾ ഏതെങ്കിലും എടുക്കുന്നു, നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ പണിയായുധങ്ങൾ എടുത്ത് നമ്മുടെ പണി തുടങ്ങാം. ഹലോ ഹാപ്പി, എങ്ങനെ പോകുന്നു റിലീസ് എന്നുള്ള തേഞ്ഞ ഡയലോഗ്. അപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഡയലോഗ് ഒന്നുകൂടെ വായിച്ച് വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ടൊന്നുകൂടെ വായിച്ച് ഇത് കറക്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീഡിയോ എടുത്തതിന് ശേഷമുള്ള സെഷൻസ് ആയിരിക്കും. വീഡിയോ എടുക്കുന്ന അവസാനം നിങ്ങൾ എന്താണെന്നുള്ളത് ഫൈനൽ വീഡിയോയിൽ കണ്ടാൽ മതി. സോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീഡിയോ ഒക്കെ റാപ്പപ്പ് ചെയ്തതിന് ശേഷമുള്ള പോർഷൻ ആയിരിക്കും.
അങ്ങനെ കുറച്ച് നേരത്തെ അരിപ്പറക്കലിന് ശേഷം അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഷൂട്ടിംഗ് അങ്ങനെ റപ്പപ്പ് ആയിട്ടുണ്ട്. ഏകദേശം എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞു. അധികമൊന്നും ഇല്ലായിരുന്നു, ഒരു 4-5 ക്യാരക്ടേഴ്സേ ഉള്ളായിരുന്നു. അതുപോലെ കുറച്ച് ഡയലോഗ്സ് ഉള്ളതുകൊണ്ട് വലിയ അധികം സമയമൊന്നും എടുത്തില്ല, ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഫുള്ള് എടുത്തു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, എഡിറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ട് ലോകേഷ് പറയുന്ന പോലെ ലോകേഷിൻ്റെ എന്താ പറയുക, സെക്കൻഡ് ഹാഫ്, ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് ലോകേഷിൻ്റെ ടെറിട്ടറിയാന്ന് പറയുന്ന പോലെ എഡിറ്റിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ടെറിട്ടറി. സോ ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സോ എഡിറ്റിംഗ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. പക്ഷേ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫോണിൽ തന്നെ ഞാൻ എടുത്തതിൻ്റെ ഒരു റഫ് കട്ട് ഫോണിൽ ചെയ്യാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് വരാറുണ്ട്, ഒരുപാട് അരിവർക്കലുകൾ വരാറുള്ളതുകൊണ്ട് അത് ഫോണിൽ തന്നെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലാപ്ടോപ്പിലോട്ട് കോപ്പി ചെയ്യാറുള്ളത്. സോ നമുക്ക് എന്താണ് പറയുക, സ്പേസ് ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും. സോ ഫോണിൽ നിന്നാകുമ്പോൾ അത് കട്ട് ചെയ്യുന്നു, ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു, അത് ലാപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. സോ എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ എഡിറ്റിങ് ഏകദേശം കഴിയാറായി. ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുറച്ച് എഫക്ട്സ് അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്റ് എഴുതി വരുമല്ലോ, അങ്ങനത്തെ കുറച്ച് ഫൈനൽ ടച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം കഴിഞ്ഞു. അങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. ഏകദേശം ഒരു 1 മിനിറ്റ് ഉണ്ട് വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഇനി ഇതിനകത്ത്, ഈ ഒരു പ്രോസസ്സിനകത്ത് ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. സോ വീഡിയോ ഫൈനലി റെഡി ആയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രീതിയിലൊരു വ്ളോഗ് രീതിയിലൊരു കണ്ടൻറ്റ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് എന്ത് കണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സെഷനായിട്ട് പറയാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോയ്ക്ക് 500 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ നമ്മുടെ സ്പോൺസറിൻ്റെ കാര്യം മറക്കണ്ട. ബൈ.